ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു പ്രോൺസിൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇന്ന് നൈറ്റ് എന്തായാലും നമുക്ക് ഫുഡ് വേണം. അപ്പം ഞാൻ ഇങ്ങനെ കുറേ വെറൈറ്റീസ് നോക്കുന്ന സമയത്താണ് ഈ പ്രോൺസിൻ്റെ റെസിപ്പി കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു അത് എടുക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് വെച്ചു. പക്ഷേ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഇപ്പം തൽക്കാലം എൻ്റെ കയ്യിലില്ല. അപ്പം ഞാനിപ്പം ഞങ്ങൾ അടുത്തൊരു കാരിഫോർ ഉണ്ട്, അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി നമുക്കിവിടെ വന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പം നിങ്ങൾക്കും അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്ത് തരാമല്ലോ. അപ്പം ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരും. നമുക്ക് സാധനം വാങ്ങുന്ന വീഡിയോ കാണാം. അങ്ങനെ നമ്മൾ കാരിഫോർ എത്തി. സാധനം എടുത്തിട്ട് വാങ്ങണം. ഫസ്റ്റ് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പ്രോൺസ് വാങ്ങണം. അപ്പോൾ പ്രോൺസ് നമുക്ക് നോക്കിയിട്ട് വരാം, ഫ്രഷ് ഉണ്ടോ ഇല്ലേ. ഇവിടെ ഇത് എത്രക്കാരം ഫിഷ് ഉണ്ട്. ഇവിടെ ഇച്ചിരി പൈസ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. ഇതേ സാധനം വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ പോയി എത്ര ചെറിയ പൈസ കിട്ടുമെന്ന് അറിയാമോ. പക്ഷെ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതൽ, വലിയ മീനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ പ്രോൺസ് വാങ്ങാം, വലുത് തന്നെ ആയിക്കോട്ടെ. ആളോട് ഞാൻ ആദ്യം 250 ഗ്രാം നോക്കുന്നുണ്ട് എത്ര ഉണ്ട്, കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ ഓക്കെ. അപ്പം 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിനെ ആൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തരും. അതുകൊണ്ട് ഇപ്പോൾ ഫിഷ് കഴിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. ഞാൻ കട്ട് ചെയ്ത ഫിഷ് എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലീൻ ഞാൻ കഴിക്കുന്ന ക്ലീൻ ചെയ്യുന്ന ഫിഷ് എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവർ ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി കഴിക്കാം. ഇനി അതിന് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയ ഫ്രഷ് ക്രീം വേണം. അത് അപ്പുറത്തെ സൈഡിലാണ്. അതിന് മുന്നേ ഇവിടുന്ന് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ ഞാൻ. നെക്സ്റ്റ് എനിക്ക് വേണ്ട സാധനം ബട്ടറാണ്. അപ്പം നമുക്കൊരു ബട്ടർ എടുക്കാം. ഇതിൽ വേറെ കമ്പനിയൊന്നും എനിക്ക് പറ്റിയൊന്നും കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുക്കിംഗ് ക്രീം വേണം. കുക്കിംഗ് ക്രീമും കിട്ടി. നമ്മൾ ആ ക്ലീൻ ചെയ്ത് വെച്ച പ്രോൺസും കൂടി ഒന്ന് എടുത്ത് നമുക്ക് വേറെ റൂമിൽ പോയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. നമ്മളെ പ്രോൺസും ക്ലീൻ ചെയ്ത് കിട്ടി. നമുക്ക് നേരെ റൂമിൽ പോവാം. ബില്ലിങ് ചെയ്യുവാണ് കേട്ടോ. ബട്ടർ ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടർ എടുക്കാം. ഓക്കെ, നമ്മുടെ കുക്കിംഗ് ക്രീം ഓൾ ഡൺ. ഇത് സെൽഫ് സർവീസ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് റൂമിലേക്ക് പോവാം കേട്ടോ. ഇതിൻ്റെ കാരിഫോറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ലുലുവിലെല്ലാം കയറിയ സമയം പോകുന്ന മനസ്സിലാവില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7:30 മണി ആയിട്ടുണ്ട്. വരുമ്പോഴേക്ക് ഫുഡ് ആക്കണം. ഒരുപാട് പണിയുണ്ട് ബാക്കി. പെട്ടെന്ന് നടന്ന് പോയിട്ട് ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലീൻ ചെയ്തതുകൊണ്ട് അത് ക്ലീൻ ചെയ്യേണ്ട പണിയില്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് വാഷ് ചെയ്താൽ മതി. ഇനി ഈ സിഗ്നൽ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കടന്ന് റൂമെത്തി. സിഗ്നലിന് ഓപ്പൺ ആവണം. 2 ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിനി കൊണ്ടുവന്ന സാധനത്തിന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ പ്രോൺസ്, കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. വളരെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ളത് കണ്ടോ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. അവർ ആ ഉള്ളിലത്തെ ആ ബ്ലാക്ക് സംഭവം പോലും എടുത്ത് വന്നിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല. നല്ലോണം വെള്ളത്തിൽ കഴുകുക, 2-3 വെള്ളത്തിൽ കഴുകുക, സെയിം കുക്ക്. ഈ റെസിപ്പിക്കും വലിയ പണിയൊന്നുമില്ല കേട്ടോ, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാം ക്ലീൻ ചെയ്തതാണ്. എന്നാലും നമ്മളെ ഭാഗത്തു നിന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അഥവാ വയറ്റിൽ പോയിട്ട് വയറുവേദന വന്നിട്ട് എന്താക്കാനാ. അപ്പം നമുക്ക് കഴുകുമ്പം തന്നെ മനസ്സിലാവും, വൃത്തികേടൊന്നുമില്ല.
അങ്ങനെ നമ്മളെ പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് വേണം? പ്രോൺസ് ഇതാ റെഡിയായി, കഴുകി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് പ്രോൺസിന്. ഇനി നമുക്ക് ഇതിനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇത്ര ടൈം ആയിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി ബട്ടർ ഗാർലിക് പ്രോൺസ് ആണ്. ഐറ്റത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് പ്രോൺസ്, ഗാർലിക്, ബട്ടർ, കുക്കിംഗ് ക്രീം, ചില്ലി ഫ്ലെക്സ് ആൻഡ് പെപ്പർ പൗഡർ. ഇത്ര മാത്രമേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പാൻ ഇപ്പം ചൂടായിട്ടുണ്ട്. പാന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അതിലേക്ക് ബട്ടറാണ് ഇടുന്നത്. ഇതിൽ ഓയിലോ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. സോ ബട്ടർ കുറച്ച് നല്ലോണം നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബട്ടറിൽ നമ്മൾ പ്രോൺസ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ഇടണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഒന്ന് ഈ ബട്ടർ പ്രോൺസിൽ പിടിക്കണം, എന്നാലും മാത്രമേ ആ ബട്ടറിൻ്റെ ഫ്ലേവർ അതിലേക്ക് വരുള്ളൂ. ബട്ടറിൽ സോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് അതിൽ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗാർലിക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് ടൈം നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നാലും മാത്രമേ ആ ബട്ടറും ഗാർലിക്കും ഈ പ്രോൺസിലേക്ക് പിടിക്കുകയുള്ളൂ. നല്ലോണം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് 5 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലായിട്ട് നമുക്കിതിനെ ഇനി ഒരു 5 മിനിറ്റ്സ് ഇതുപോലെ അടച്ച് വെച്ച് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയല്ല അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ. അടച്ച് വെച്ച് നല്ലോണം വറ്റിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാം. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു വെന്ത് വരുന്ന സമയത്തൊരു നല്ല സ്മെല്ലുണ്ടാവും. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി നോക്കണം. വെളുത്തുള്ളി ആയതുകൊണ്ട് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി നോക്കി അതിനൊന്ന് നല്ലോണം ഡ്രൈ ആവുന്ന സമയം വരെ നമുക്കതിനെ ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഓൾമോസ്റ്റ് നല്ലോണം ഇത് ഡ്രൈ ആയി വന്ന് ഉണ്ടോ, നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടിക്ക് പറയാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കണം. നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലെക്സും പെപ്പറും നിങ്ങളെ സ്പൈസിനനുസരിച്ച് എത്രയാണോ എരിവ് വേണ്ട ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ എനിക്ക് നല്ലോണം ചില്ലി ഫ്ലെക്സ് ഇടണം. അപ്പം ഞാൻ ഇതിൽ കുറച്ച് നല്ലോണം ചില്ലി ഫ്ലെക്സ് ഇടുന്നുണ്ട്. ചില്ലി ഫ്ലെക്സും കൂടി ഇട്ടിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് ഈ ക്രീം ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ചില്ലി ഫ്ലെക്സും ക്രീമും ബാക്കിയുള്ള അതിൽ ചേർത്ത ഐറ്റംസ് എല്ലാം നല്ലോണം ഒന്ന് പിടിച്ച് വന്നോളും. ഒരു 2 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി.
ക്രീമി ഗാർലിക് ബട്ടർ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇത് ആയിട്ടുണ്ട്. ഇതിൽ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചപ്പാത്തി ഒക്കെയാണ്. നമുക്ക് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഐറ്റം റെഡി ആയിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിനെ സെർവ് ചെയ്യാം. ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ഓൾറെഡി അതിൽ ഫ്രഷ് ക്രീം ഉണ്ട്. ഇതൊക്കെ ഈ കുക്കിംഗ് ക്രീമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്താൽ മതി. കുക്കിംഗ് ക്രീം അതുപോലെ ഗാർലിക്, ഇതിൽ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ വേണം. അപ്പം ഗാർലിക് കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ക്രീമി ഗാർലിക് ബട്ടർ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗാർലിക്കാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഫ്ലേവർ എത്രയാണോ അതിനനുസരിച്ച് ഇടാം. കൂടുതൽ ഗാർലിക് ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും. ഗാർലിക്കിൻ്റെ ഫ്ലേവർ മെയിനായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ക്രീമിൻ്റെ നിങ്ങൾക്ക് എത്രയാണോ തിക്ക് കൺസിസ്റ്റൻസി വേണ്ടെങ്കിൽ കുറച്ച് നല്ലോണം ക്രീം ഒഴിച്ചിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, കുറുക്കിയെടുക്കുക. അല്ലെങ്കിൽ അത് കുറച്ചൊരു ഗ്രേവി ടൈപ്പ് വേണ്ടെങ്കിൽ ഓവർ തിക്കാവാത്ത രീതിയിൽ നമുക്ക് പാനിൽ നിന്ന് എടുത്ത് കളയാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ നോർമൽ ചിക്കൻ കറി വെക്കുന്നുണ്ട്, പ്രോൺസിനെ കൊണ്ട് കറി വെക്കുന്നുണ്ട്, പ്രോൺസിൻ്റെ ഫ്രൈ ആക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു വെറൈറ്റി ആഗ്രഹിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്നാവുന്ന റെസിപ്പിയാണ്. ആകെ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിൽ സ്പൈസസ് ആയിട്ട് ഇടുന്നത് നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സും പെപ്പറുമാണ്. അതും നിങ്ങളുടെ ഫ്ലേവർ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിടുക. ഇതിൽ ഞാനിപ്പം പെപ്പർ കുറച്ചിട്ട് ചില്ലി ഫ്ലേക്സ് കൂടുതൽ ഇട്ടത്, കാരണം എനിക്കിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് റെസിപ്പി എൻ്റെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തും. എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. താങ്ക് യു. ബൈ.